രൂപം കൊണ്ടും ഭാവം കൊണ്ടും സംസ്കാരം കൊണ്ടും അമേരിക്കൻ നഗരങ്ങൾ എപ്പോഴും വേറിട്ട് നിൽക്കാറുണ്ട്. അത്തരമൊരു സവിശേഷ നഗരമാണ് കാലിഫോർണിയയിലെ സാൻ ഡിയേഗോ. വരണ്ടതെങ്കിലും സുന്ദരമായ പരിസര പ്രദേശങ്ങളും പസഫിക് സമുദ്രവുമെല്ലാം ചേർന്ന് ഈ നഗരത്തെ കാഴ്ചകളുടെ പറുദീസയാക്കുന്നു. സുഖകരമായ കാലാവസ്ഥയാണെന്നതാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു പ്രത്യേകത. ജീവിതത്തെ ആഘോഷമാക്കുന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത്. സ്പാനിഷ് പാരമ്പര്യം ഇന്നും കൈവിടാതെ സംരക്ഷിച്ചു നിർത്തുന്നവർ. ചരിത്രപരമായും സാൻ ഡിയേഗോയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒട്ടേറെ പോരാട്ടങ്ങൾക്കും പിടിച്ചടക്കലുകൾക്കും പല കാലങ്ങളിൽ ഈ നഗരം സാക്ഷ്യം വഹിച്ചു. ഒരു പോരാട്ടത്തിനൊടുവിൽ സ്പാനിഷ് മെക്സിക്കോയിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് നഗരത്തെ കൂട്ടിച്ചേർക്കുകയാണുണ്ടായത്. പോകാം സാംസ്കാരികമായും ചരിത്രപരമായും ഒരുപോലെ സവിശേഷമായ സാൻ ഡിയേഗോ നഗരത്തിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് സാൻ ഡിയേഗോ നഗരത്തിലെ പ്രധാനപ്പെട്ട 11 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ഗ്യാസ്ലാം ക്വാർട്ടർ, തുടർന്ന് USS മിഡ്വേ മ്യൂസിയം, അടുത്തതായി ബാൽബോവ പാർക്ക്, പിന്നെ ജാപ്പനീസ് ഫ്രണ്ട്ഷിപ്പ് ഗാർഡൻ ആൻഡ് മ്യൂസിയം, തുടർന്ന് സാൻ ഡിയേഗോ സൂ, അടുത്തതായി കൊറനാഡോ ഐലൻഡ്, അവിടെ നിന്നും ഓൾഡ് ടൗൺ ഹിസ്റ്റോറിക് പാർക്ക്, പിന്നെ സീവേൽഡ് സാൻ ഡിയേഗോ, തുടർന്ന് പസഫിക് ബീച്ച്, അടുത്തതായി മൗണ്ട് സോളിഡാഡ്, അവസാനമായി ടോറി പൈൻസ്. ചരിത്രപരമായി ഏറ്റവും പ്രാധാന്യമുള്ള ഗ്യാസ്ലാംബ് ക്വാർട്ടറിൽ നിന്നും നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. 5th അവന്യൂ ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട തെരുവ്. പകലും രാത്രിയും ഈ തെരുവ് സന്ദർശിക്കേണ്ടതുണ്ട്. പകൽ 5th അവന്യൂ ഒരു സാധാരണ ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. ധാരാളം റെസ്റ്റോറന്റുകളും സുവനീർ ഷോപ്പുകളും എല്ലാമുള്ള പാത. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെങ്കിലും വളരെ കുറച്ച് വിനോദസഞ്ചാരികളെ മാത്രമേ പകൽ ഇവിടെ കാണാനാകൂ. എന്നാൽ രാത്രിയാകുന്നതോടെ 5th അവന്യൂവിന്റെ ചിത്രം മാറും. സന്ധ്യയാകുന്നതോടെ ഇവിടേക്ക് ജനം എത്തിത്തുടങ്ങുന്നു. 10 മണിയോടെ പാതകളിലും ഓരങ്ങളിലെ കച്ചവട സ്ഥാപനങ്ങളിലും ആളുകൾ നിറയും. പിന്നെ നേരം പുലരും വരെ 5th അവന്യൂ ആഘോഷ തിമിർപ്പിലായിരിക്കും. ഷോപ്പിംഗും രുചികരമായ ഭക്ഷണം കഴിക്കലും നൈറ്റ് ക്ലബ്ബുകളിൽ സമയം ചിലവഴിക്കലുമൊക്കെയാണ് രാത്രിയിലെ ആക്ടിവിറ്റികൾ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഭക്ഷണം തയ്യാറാക്കി വിളമ്പുന്ന റെസ്റ്റോറന്റുകൾ ഇവിടെയുണ്ട്. മിക്ക ഭക്ഷണശാലകളിലും ആഘോഷ പരിപാടികളും ഉണ്ടാകും. തെരുവ് കലാകാരന്മാരാണ് 5th അവന്യൂവിലെ മറ്റൊരാകർഷണം. സംഗീത, മാജിക്, നൃത്ത പരിപാടികൾ സ്ട്രീറ്റ് പെർഫോമേഴ്സ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കും. മറ്റൊരു പ്രത്യേകത ആർട്ട് ഷോപ്പുകളാണ്. മനോഹരമായ ചിത്രങ്ങൾ, ശില്പങ്ങൾ എന്നിവയൊക്കെ ഇവിടെ നിന്നും വാങ്ങാം.
ഇനി കാണേണ്ടത് സാൻഡിയേഗോയിലെ ഏറ്റവും പ്രസിദ്ധമായ മ്യൂസിയമാണ് USS മിഡ്വേ മ്യൂസിയം. അമേരിക്കൻ നാവികസേനയുടെ ഭാഗമായി ഏറ്റവും അധികകാലം പ്രവർത്തിച്ച് ഒടുവിൽ 1992 ഡീകമ്മീഷൻ ചെയ്ത വമ്പൻ വിമാനവാഹിനി കപ്പലാണിത്. കപ്പൽ പൂർണ്ണമായും ഇപ്പോൾ സന്ദർശകർക്കായി തുറന്നുകൊടുത്തിരിക്കുകയാണ്. ഒരു സാധാരണ വ്യക്തിക്ക് അപ്രാപ്യമായ കാഴ്ചകളും അറിവുകളും ഇവിടെ കാണാനും അറിയാനും കഴിയും. സഞ്ചരിക്കുന്ന സൈനിക താവളം എന്നാണ് USS മിഡ്വേയെ വിശേഷിപ്പിച്ചിരുന്നത്. ആയുധങ്ങളുടെ വലിയൊരു ശേഖരം ഈ കപ്പലിനുള്ളിൽ എപ്പോഴും സജ്ജമായിരുന്നു. 4500-ലധികമായിരുന്നു ഒരു സമയം കപ്പലിലുണ്ടായിരുന്ന പട്ടാളക്കാരുടെ എണ്ണം. വിയറ്റ്നാം യുദ്ധം, ഗൾഫ് യുദ്ധം തുടങ്ങിയ പ്രധാന പോരാട്ടങ്ങളിൽ അമേരിക്കൻ സൈന്യത്തിന് പിന്തുണയായത് USS മിഡ്വേ ആണ്. ഈ ചരിത്രമെല്ലാം വിശദമായി കപ്പലിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഓഡിയോ ഗൈഡാണ് ഒരു മാർഗം. ഗൈഡഡ് ടൂറുകൾ തെരഞ്ഞെടുത്താൽ ഗൈഡുകൾ കാര്യങ്ങൾ കൂടുതൽ വിശദമായി പങ്കുവെക്കുകയും ചെയ്യും. അതിസങ്കീർണമായ സാങ്കേതിക വിദ്യകളും നിർമ്മാണവും കപ്പലിനുള്ളിൽ നമ്മെ അമ്പരപ്പിക്കുന്ന ഘടകങ്ങളാണ്. വിസ്തൃതമായ ഫ്ലൈറ്റ് ഹാങ്ങറും ഫ്ലൈറ്റ് ഡെക്കും മറ്റും കാണുമ്പോൾ ഇതൊരു കപ്പലാണെന്നും തോന്നുകയില്ല. എഞ്ചിൻ റൂമാണ് ഇവിടെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു ഭാഗം. കപ്പലിനുള്ളിൽ പലയിടങ്ങളിലായി ഫോട്ടോ, വീഡിയോ പ്രദർശനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കപ്പലിന്റെ ചരിത്രവും ഈ പ്രദർശനങ്ങളിലൂടെ വിശദമാക്കുന്നു. അടുത്തത് സാൻഡിയേഗോയുടെ സാംസ്കാരിക കേന്ദ്രമായി കണക്കാക്കാവുന്ന ഒരു ഉദ്യാനമാണ് ബാൽബോവ പബ്ലിക് പാർക്ക്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ അർബൻ പാർക്കുകളിൽ ഒന്നാണിത്. അതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ പൊതു ഉദ്യാനങ്ങളിൽ ഒന്നെന്ന പ്രത്യേകതയും ബാൽബോവ പാർക്കിനുണ്ട്. 1200 ഏക്കറാണ് ഉദ്യാനത്തിന്റെ വിസ്തൃതി. നഗരവാസികൾക്കും ടൂറിസ്റ്റുകൾക്കും ആസ്വദിക്കാനായി ഒട്ടേറെ ആക്ടിവിറ്റികൾ പാർക്കിൽ സജ്ജമാണ്. സായാഹ്നങ്ങളിലും അവധി ദിവസങ്ങളിലും ഒഴിവു സമയം ചിലവിടാൻ സുഹൃത്തുക്കൾക്കൊപ്പവും കുടുംബസമേതവും എത്തുന്ന ധാരാളം തദ്ദേശീയരെ ഇവിടെ കാണാനാകും. ഈ നാടിന്റെ പച്ചയായ ജീവിതം കണ്ടറിയാൻ പാർക്കിലെത്തുന്ന ജനങ്ങളെ നിരീക്ഷിച്ചാൽ മതി. മരങ്ങൾ നട്ടുപിടിപ്പിച്ചും പുൽത്തകിടികൾ ഒരുക്കിയും പൂന്തോപ്പുകൾ വളർത്തിയും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള ഉദ്യാനം ഒരു മികച്ച ദൃശ്യാനുഭവം കൂടിയാണ്. നിരവധി ഗാർഡനുകൾ പാർക്കിൽ പലയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ ഗാർഡനും ഓരോ തീമിലാണ് ഒരുക്കിയിട്ടുള്ളത്. അൽക്കസാർ ഗാർഡൻ, ജാപ്പനീസ് ഫ്രണ്ട്ഷിപ്പ് ഗാർഡൻ, റോസ് ഗാർഡൻ, കാക്ടസ് ഗാർഡൻ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. ഉദ്യാനത്തിലെ മറ്റൊരു കാഴ്ച മനോഹരമായ മന്ദിരങ്ങളാണ്. പ്രമുഖ ശില്പികൾ ഡിസൈൻ ചെയ്ത മന്ദിരങ്ങളിൽ തിയേറ്ററുകളും മ്യൂസിയങ്ങളും ലൈബ്രറിയും അടക്കമുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. ധാരാളം കളിസ്ഥലങ്ങളും ബാൽബോവ പാർക്കിന്റെ ഭാഗമായുണ്ട്. ഇവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രധാന കാഴ്ച മ്യൂസിയങ്ങളാണ്. കല, സാഹിത്യം, ചരിത്രം, ശാസ്ത്രം എന്നിങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള പ്രദർശനങ്ങൾ പാർക്കിൽ കാണാം. ഇനി നമുക്ക് ബാൽബോവ പാർക്കിലെ മറ്റൊരു വേറിട്ട ഉദ്യാനം കാണാൻ പോകാം. ജാപ്പനീസ് ഫ്രണ്ട്ഷിപ്പ് ഗാർഡൻ. ജപ്പാനിലെ ഭൂപ്രകൃതി അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തിട്ടുള്ള അതിഗംഭീരമായൊരു ഉദ്യാനമാണിത്.
ജപ്പാനിലെ യോക്കോഹാമ നഗരം സാൻഡിയേഗോയുടെ സിസ്റ്റർ സിറ്റിയാണെന്നതാണ് ഇങ്ങനെയൊരു പാർക്ക് ഇവിടെ നിർമ്മിക്കാനുണ്ടായ കാരണം. 1915 സാൻഡിയേഗോ വേൾഡ് എക്സ്പോ നടന്നപ്പോൾ ഒരു ജാപ്പനീസ് ടീ ഹൗസ് ഈ സ്ഥാനത്ത് ഒരുക്കിയിരുന്നു. പിന്നീട് അതേ സ്ഥാനം തന്നെ ജാപ്പനീസ് ഗാർഡനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഇന്നിത് ബാൽബോബ പാർക്കിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ജലം, ഗ്രാമം, മലകൾ എന്നിങ്ങനെ 3 ഘടകങ്ങൾ ഇവിടെ നിർമ്മാണത്തിനായി പരിഗണിച്ചിട്ടുണ്ട്. സാവധാനമൊഴുകുന്ന അരുവികളായും കുളങ്ങളായുമെല്ലാം ജലവിഭാഗം തയ്യാറാക്കിയിരിക്കുന്നു. ഇതിന്റെ വശങ്ങൾ ചെറു കുന്നുകളുടെ രൂപത്തിലാണുള്ളത്. ഇവയ്ക്കൊപ്പം ജാപ്പനീസ് ശൈലിയിലുള്ള മന്ദിരങ്ങളും പാതകളും മറ്റും കൂടി ചേർന്നതോടെ തനി ഗ്രാമീണ അന്തരീക്ഷം ഉദ്യാനത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അതിമനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്താണ് ഇവയെല്ലാം പാർക്കിൽ കൂട്ടിയിണക്കിയിട്ടുള്ളത്. ഈ ലാൻഡ്സ്കേപ്പുകൾ ഭംഗിയുള്ള ഫ്രെയിമുകൾ സമ്മാനിക്കുന്നതിനാൽ ജാപ്പനീസ് ഗാർഡൻ ഫോട്ടോഗ്രാഫിക്കും ഒരു മികച്ച ഡെസ്റ്റിനേഷനാണ്. ഉദ്യാനത്തിലെ ചെറി ബ്ലോസം പാർക്കാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു ഭാഗം. ചെറിച്ചെടികൾ പൂക്കുന്ന കാലത്ത് മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്നുണ്ട്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇനി കാണേണ്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മൃഗശാലകളിലൊന്നായ സാൻഡിയേഗോ സൂ ആണ്. 100 ഏക്കറിൽ പരന്നുകിടക്കുന്ന അതിബൃഹത്തായ പ്രദർശന കേന്ദ്രം. കരയിലെ 600-ലധികം വ്യത്യസ്ത സ്പീഷീസുകളിൽ പെടുന്ന 12,000-ലധികം മൃഗങ്ങളെ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട്. പ്രദർശനം മാത്രമല്ല, സംരക്ഷണം ഉൾപ്പെടെയുള്ള മേഖലകളിലും സാൻഡിയേഗോ സൂ സജീവമാണ്. ആവാസ മേഖലയുടെ അടിസ്ഥാനത്തിൽ പല മേഖലകളായി തിരിച്ചാണ് മൃഗശാലയുടെ ക്രമീകരണം. ഓരോ ജീവിയെയും അവയുടെ സ്വാഭാവിക പരിസരം പുനഃസൃഷ്ടിച്ച് പാർപ്പിച്ചിരിക്കുന്നു. ഇത് കാഴ്ചാനുഭവം കൂടുതൽ ആസ്വാദികരമാക്കുന്നതിനൊപ്പം ജീവികളുടെ രീതികൾ മനസ്സിലാക്കാനും സഹായിക്കുന്നുണ്ട്. കൂടുതൽ വിശദമായി അറിയാൻ ആഗ്രഹിക്കുന്നവർക്കായി ക്ലാസുകൾ, ക്യാമ്പുകൾ എന്നിവയും സംഘടിപ്പിച്ചു വരുന്നു. സൂ കാണാൻ വിവിധ മാർഗങ്ങൾ ഇവിടെ ലഭ്യമാണ്. അതിലൊന്നാണ് ബസ് ടൂർ. കാഴ്ചകളെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാൻ ഗൈഡും ബസ്സിൽ കൂടെയുണ്ടാകും. മറ്റൊന്ന് സ്കൈഫാരി എന്ന കേബിൾ കാർ സർവീസാണ്. മൃഗങ്ങളുടെ കൂടുകൾക്ക് മുകളിലൂടെ കടന്നുപോകുന്ന ഗൊണ്ടോളയിലിരുന്ന് മൃഗങ്ങളെ കൂടുതൽ വ്യക്തമായി ഇവിടെ നിന്നും നിരീക്ഷിക്കാൻ കഴിയും. ഇനി നമുക്ക് കൊറനാഡോ എന്ന ദ്വീപിലേക്ക് പോകാം. ഉൾക്കടലിന് കുറുകെ 3.5 കിലോമീറ്ററോളം നീളമുള്ള പാലത്തിലൂടെ സഞ്ചരിച്ചു വേണം ദ്വീപിലെത്താൻ. ഉൾക്കടലിന്റെയും നഗരത്തിന്റെയും മനോഹരമായ കാഴ്ചകൾ ഈ യാത്രയുടെ ആകർഷണമാണ്. 19-ാം നൂറ്റാണ്ട് മുതൽ സാൻഡിയേഗോയിലെ സമ്പന്നരുടെ വാസകേന്ദ്രമായിരുന്നു ഇവിടം. ഇന്നും ആ സ്ഥിതിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. ഓരോ കോണും ലാൻഡ്സ്കേപ്പ് ചെയ്ത ഉദ്യാനം പോലെ മനോഹരമാണ്. ഹോട്ടൽ ദെൽ കൊറനാഡോയാണ് ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ച. 1888-ൽ ദ്വീപിൽ ആദ്യമായി പണികഴിപ്പിച്ച ഹോട്ടലാണത്. ഇന്നും ആ പാരമ്പര്യഭാവം ഹോട്ടൽ മന്ദിരത്തിൽ കാണാനാകും. മനോഹരമായ പരിസര പ്രദേശങ്ങൾ കണ്ടുകൊണ്ട് സൈക്കിളിൽ സഞ്ചരിക്കുന്നത് കൊറനാഡോ ദ്വീപിലെ രസകരമായൊരു ആക്ടിവിറ്റിയാണ്.
കൊറനാഡോ ബീച്ചാണ് ഇവിടുത്തെ പ്രസിദ്ധമായ മറ്റൊരു ഡെസ്റ്റിനേഷൻ. വിശാലമായ മണൽപ്പരപ്പുള്ള തീരമാണിത്. കടലിന് ആഴം പൊതുവെ കുറവാണെന്നതും അപകടകരമായ തിരമാലകൾ ഇല്ലെന്നതുമാണ് മറ്റു പ്രത്യേകതകൾ. അതുകൊണ്ട് കുടുംബങ്ങൾ ധാരാളമായി കൊറനാഡോ ബീച്ചിൽ എത്തുന്നുണ്ട്. ഇതിൽ പലരും ഒരു ദിവസം താമസിക്കാനുള്ള തയ്യാറെടുപ്പോടെ വരുന്നവരായിരിക്കും. കിടക്കാൻ ടെന്റ്, ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം കയ്യിൽ കരുതും. വാരാന്ത്യങ്ങളിലാണ് ഇവിടെ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുക. ഇനി നമുക്ക് സാൻഡിയേഗോയിലെ ഓൾഡ് ടൗൺ ഹിസ്റ്റോറിക് പാർക്കിലേക്ക് പോകാം. സാൻഡിയേഗോ നഗരത്തിന്റെ മാത്രമല്ല, കാലിഫോർണിയ സംസ്ഥാനത്തിന്റെ ജന്മസ്ഥാനം എന്നൊരു വിശേഷണവും സാൻഡിയേഗോ ഓൾഡ് ടൗണിനുണ്ട്. 2.5 നൂറ്റാണ്ട് മുൻപ് സ്ഥാപിച്ച ജനവാസ കേന്ദ്രത്തിന്റെ ഓർമ്മകൾ ഓൾഡ് ടൗൺ പാർക്കിൽ തനിമ ചോരാതെ സംരക്ഷിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ഓൾഡ് ടൗണിലെ കെട്ടിടങ്ങൾക്കെല്ലാം സ്പാനിഷ് രൂപഭാവങ്ങളാണുള്ളത്. ചരിത്രം വിവരിക്കുന്ന ധാരാളം മ്യൂസിയങ്ങളും ഓൾഡ് ടൗണിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ഹിസ്റ്റോറിക്കൽ പാർക്ക് എന്നതിനൊപ്പം വിനോദത്തിനു കൂടി സൗകര്യങ്ങളുള്ള ആഘോഷ കേന്ദ്രം കൂടിയാണ് ഓൾഡ് ടൗൺ പ്രദേശം. സംഗീതവും നൃത്തവുമൊക്കെയായി രസകരമായ ആംബിയൻസ് ഒരുക്കിയിട്ടുള്ള റെസ്റ്റോറന്റുകളും കഫേകളും ഇവിടെ കാണാം. ഭക്ഷണശാലകളിൽ നിന്നും രുചികരമായ സ്പാനിഷ് വിഭവങ്ങൾ ആസ്വദിക്കുകയും ചെയ്യാം. മാർക്കറ്റുകളാണ് പ്രദേശത്തെ മറ്റൊരാകർഷണം. പണ്ട് ചന്തകൾ പ്രവർത്തിച്ചിരുന്ന ഇടത്ത് ഇന്ന് സുവനീർ ഷോപ്പുകളുടെ കോംപ്ലക്സുകളാണുള്ളത്. റെഡ് ഇന്ത്യൻ വംശജർ നിർമ്മിച്ച മനോഹരമായ കരകൗശല വസ്തുക്കൾ ഇവിടെ നിന്നും വാങ്ങാനാകും. ഇനി പോകുന്നത് ഒരു തീം പാർക്കിലേക്കാണ്. സീ വേൾഡ് സാൻഡിയേഗോ ജല ആവാസ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള രസകരമായ വിനോദ കേന്ദ്രം. ജലജീവികളെ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും വിനോദത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പാർക്കിന്റെ രൂപീകരണം. സന്ദർശകരെ രസിപ്പിക്കും വിധം ഇവിടെ ജീവികളെ ഉപയോഗിച്ചിരിക്കുന്നു. അഡ്വഞ്ചർ റൈഡുകൾ, ആനിമൽ ഷോകൾ, ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റികൾ എന്നിവയാണ് പാർക്കിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ. നമ്മെ ത്രസിപ്പിക്കുന്ന വിനോദങ്ങൾ അഡ്വഞ്ചർ റൈഡുകളിൽ ഉൾപ്പെടുന്നു. റോളർ കോസ്റ്ററുകളാണ് ഇതിൽ പ്രധാനം. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കോസ്റ്ററുകളിൽ ഇവിടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാനാകും. അനിമൽ ഷോ വിഭാഗത്തിലുള്ളത് ഓർക്ക, സീ ലയൺ, പെൻഗ്വിനുകൾ എന്നിവയെ ഉൾപ്പെടുത്തിയുള്ള രസകരമായ പ്രദർശനങ്ങളാണ്. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ രസിപ്പിക്കുന്ന വിനോദങ്ങളാണിവ. കാഴ്ചയിൽ ആകർഷകമായ ജെല്ലി ഫിഷുകൾക്കായി പ്രത്യേകം വിഭാഗം പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. അപകടകാരികളല്ലാത്ത ജീവികളുമായി അടുത്തിടപഴകാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് ഒരു ബീച്ച് ഡെസ്റ്റിനേഷനിലേക്കാണ്. പസഫിക് ബീച്ച്. ഇത് പസഫിക് തീരത്തുള്ള നെയ്ബർഹുഡ് കൂടിയാണ്. വിശാലമായ ബീച്ച് ഏരിയ തന്നെയാണ് പസഫിക് ബീച്ചിന്റെ മുഖ്യ ആകർഷണം. ആഴം കുറഞ്ഞതും ശക്തമായ തിരമാലകൾ അടിക്കാത്തതുമായ കടലിൽ കുട്ടികൾക്കടക്കം നീന്താനും ജലകേളികളിൽ ഏർപ്പെടാനും കഴിയും. അതുകൊണ്ട് തന്നെ കുടുംബസമേതം എത്തുന്നവർക്ക് സമയം ചിലവിടാൻ പറ്റിയ ഇടമാണിത്.
ഒരു സർഫിംഗ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിലും പസഫിക് ബീച്ച് പ്രസിദ്ധമാണ്. ടൂമലിൻ എന്ന പേരിൽ പ്രത്യേകം ബീച്ച് ഏരിയ സർഫിംഗിനായി വികസിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ധാരാളം സർഫിംഗ് പരിശീലന കേന്ദ്രങ്ങളും പ്രവർത്തിച്ചു വരുന്നു. കടലിൽ മാത്രമല്ല, പസഫിക് ബീച്ചിൽ കരയിലും ധാരാളം ആക്ടിവിറ്റികൾ സജ്ജമാണ്. ക്രിസ്റ്റൽ പിയർ കടൽപ്പാലമാണ് അതിലൊന്ന്. മീറ്ററുകളോളം കടലിലേക്ക് നീളുന്ന പാലത്തിൽ വ്യൂവിംഗ് ഡെക്കുകൾ സജ്ജമാണ്. ഇവിടെ നിന്നുകൊണ്ട് കടലിന്റെയും കരയുടെയും രസകരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കാം. പസഫിക് ബീച്ചിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കോട്ടേജുകളും ഈ പിയറിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് മിഷൻ ബോർഡ് വാക്കാണ്. ബീച്ചിന് സമാന്തരമായി അടുത്ത ബീച്ചുകളിലേക്ക് നീളുന്ന വോക്ക്വേ ആണിത്. റെസ്റ്റോറന്റുകളും സുവനീർ ഷോപ്പുകളും വോക്ക്വേയുടെ ഓരത്തായി പ്രവർത്തിച്ചു വരുന്നു. ഇനി പോകുന്നത് സാൻഡിയേഗോ നഗരത്തിന് സമീപത്തുള്ള ഒരു കുന്നിൻ മുകളിലേക്കാണ്. മൗണ്ട് സോളിഡാഡ്. സമുദ്രനിരപ്പിൽ നിന്നും 800 അടിയോളം ഉയരത്തിലുള്ള പ്രദേശമാണിത്. ഇവിടേക്ക് വാഹനത്തിലും നടന്നും വരാനാകും. നടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കായി കുന്നിൻ ചരിവിൽ ഹൈക്കിംഗ് ട്രെയിലുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. നഗരവാസികൾ ഒഴിവു ദിനങ്ങളിൽ ഹൈക്കിങ്ങിനായി ഇവിടം തെരഞ്ഞെടുക്കുന്നു. കടലും നഗരവുമെല്ലാം ഉൾപ്പെടുന്ന വിശാലമായ പ്രദേശത്തിന്റെ പനോരമിക് വ്യൂ ആണ് സോളിഡാഡിലെ പ്രധാന ആകർഷണം. നഗരവും തീരപ്രദേശവുമെല്ലാം എത്ര കണ്ടാലും മതിവരാത്ത സുന്ദരമായ കാഴ്ചകളാണ്. തെളിഞ്ഞ അന്തരീക്ഷത്തിൽ കിലോമീറ്ററുകളോളം ദൂരേക്ക് കാഴ്ച സാധ്യമാവുകയും ചെയ്യും. സൂര്യാസ്തമയവും സൂര്യോദയവുമാണ് മൗണ്ട് സോളിഡാഡിലെ മുഖ്യ ആകർഷണം. അതുകൊണ്ട് തന്നെ പ്രഭാതത്തിലോ സായാഹ്നത്തിലോ ഇവിടം സന്ദർശിക്കുന്നതാണ് ഉത്തമം. ഒരു സൈനിക സ്മാരകവും അടുത്ത കാലത്ത് മൗണ്ട് സോളിഡാഡിൽ പണികഴിപ്പിച്ചിട്ടുണ്ട്. നാഷണൽ വെറ്ററൻ മെമ്മോറിയൽ എന്ന സ്മാരകത്തിലൂടെ രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച പോരാളികളെ ഓർമ്മിക്കുന്നു. 6000-ഓളം സൈനികരുടെ സ്മാരക ഫലകങ്ങൾ ഇവിടെ കാണാൻ കഴിയും. വിശേഷ ദിവസങ്ങളിൽ വലിയ ആഘോഷങ്ങൾക്കും മൗണ്ട് സോളിഡാഡ് വേദിയാകുന്നുണ്ട്. ടോറി പൈൻസ് എന്ന ബീച്ച് ഡെസ്റ്റിനേഷനാണ് നാം അവസാനം സന്ദർശിക്കുന്ന ഇടം. ഇതൊരു വ്യത്യസ്തമായ തീരപ്രദേശമാണ്. അല്പം വരണ്ട ഭൂപ്രകൃതിയും വലിയ ക്ലിഫുകളും നിറഞ്ഞ ഭൂപ്രദേശം. ഇവിടെ തീരത്തെമ്പാടും പാറക്കെട്ടുകളും ഉരുളൻ കല്ലുകളുമാണുള്ളത്. സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ള നേച്ചർ റിസർവ് കൂടിയാണിവിടം. ഹൈക്കിംഗ് ആണ് ടോറി പൈൻസിലെ പ്രധാന ആക്ടിവിറ്റി. ക്ലിഫുകൾ നിറഞ്ഞ തീരത്തോട് ചേർന്നും തീരത്ത് നിന്നും അല്പം അകന്നും കടന്നുപോകുന്ന ട്രെയിലുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. പല ദൂരത്തിൽ വിവിധതരം അഡ്വഞ്ചർ ആക്ടിവിറ്റികൾ ഉൾപ്പെടുത്തിയാണ് ഇവയുടെ രൂപീകരണം. നമ്മുടെ താല്പര്യമനുസരിച്ച് ട്രെയിൽ തിരഞ്ഞെടുത്ത് നടന്നു തീർക്കാം. സാധാരണക്കാർക്കും പൂർത്തിയാക്കാനാവുന്ന ലളിതമായ ട്രെയിലുകളും കൂട്ടത്തിലുണ്ട്. പാതകൾ ശാസ്ത്രീയമായി മാർക്ക് ചെയ്തിട്ടുള്ളതിനാൽ ഗൈഡിന്റെ സഹായവും ആവശ്യമില്ല. കുന്നിൻ മുകളിൽ പലയിടങ്ങളിലായി കാഴ്ചകൾ ആസ്വദിക്കാൻ നിരവധി വ്യൂ പോയിന്റുകൾ ഒരുക്കിയിട്ടുണ്ട്. നീണ്ടുകിടക്കുന്ന കടലും തീരവുമാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. യു.എസ്. നഗരമായ സാൻഡിയേഗോയിലെ
പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. ഈ നഗരത്തിലൂടെയുള്ള യാത്ര നമ്മുടെ മനസ്സിന് പുതിയൊരു ഉണർവ് സമ്മാനിക്കും. ഒരിക്കലും പുതുമ നഷ്ടമാവാത്ത സാൻ ഡിയേഗോ നമ്മെ വീണ്ടും മാടി വിളിക്കുകയും ചെയ്യും.